അപൂർവങ്ങളിൽ അപൂർവ പുരസ്കാരമായി സിൽവർ ഐക്കൺ പുരസ്കാരം നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പനും ഭാര്യയും മുൻ നഗരസഭാ അധ്യക്ഷയുമായ ആലീസ് ഷിബുവിനും ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പുരസ്കാരം സമ്മാനിച്ചു. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് ഏർപ്പെടുത്തിയ സിൽവർ ഐക്കൺ പുരസ്കാര സമർപ്പണം ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. 1/4 നൂറ്റാണ്ടായി നഗരസഭയിൽ തുടർച്ചയായി ജനപ്രതിനിധികളാണ് ഇരുവരും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. MP ബെന്നി ബാനൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, സംവിധായകൻ സുന്ദർദാസ്, സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ജിമാ മസ്ജിദ് ഇമാം KS ഹുസൈൻ ഹാജി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, മുൻ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി നേതാവ് ബിജു S ചെറയത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, സേവ്യർ പാലാട്ടി എന്നിവർ പ്രസംഗിച്ചു. ശ്രീമതി ആലീസ് ഷിബു, ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസിസി പറയുന്നത്, you do the activities, you be the exemplary and only use the words when it is necessary. എല്ലാവർക്കും മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ചിത്രങ്ങളാണ്. ലളിതമായ ജീവിതശൈലിയിലൂടെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാമൂഹ്യ പ്രവർത്തകർ എങ്ങനെയായിരിക്കണമെന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു തരുന്ന വ്യക്തിത്വങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീമതി ആലീസ് ഷിബുവിനെ പിതാവ് ഈ സമയത്ത് ആദരിക്കുന്നു. പദവിയും അധികാരവും നന്നായി വിനിയോഗിച്ചു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഉന്നതരായ ഒട്ടേറെ വ്യക്തികളുടെ സദസ്സിലും വേദിയിലുമുള്ള സാന്നിധ്യം. ഈ അവാർഡിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. കാരണം ഞാൻ ഇന്നും 25 വർഷങ്ങൾക്ക് മുമ്പ് ബാലേന്ദ്രൻ ഭക്തിൻ്റെ വീട്ടിൽ സീറ്റിന് വേണ്ടി വന്ന ഷിബുവിനെയാണ് ഇപ്പോഴും ഓർക്കണേ. ഭർത്താവും ജനപ്രതിനിധിയായി ഒരുമിച്ച് 25 വർഷം പങ്കിടുന്നത് ഞാനിവിടെ വന്നിട്ട് 37 വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സദസ്സിൽ പങ്കെടുക്കുന്നത്. ആ പ്രദേശത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതാത് കാലഘട്ടങ്ങളിൽ MP-മാരും MLA-മാരും അതുപോലെ തന്നെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ വലിയ രീതിയിൽ ആ പ്രദേശത്തിന് വേണ്ടി സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ നിന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മുൻപന്തിയിൽ മുഖമായി നിന്നു എന്നുള്ളത് മാത്രമാണ് ജനപ്രതികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഒരുപാട് പേരുടെ ഒരു ഭാരവാഹിത്വങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒന്നുമില്ലാത്ത ഒരുപാട് പേരുടെ വലിയ സഹായവും സഹകരണമൊക്കെ എല്ലാ കാലഘട്ടത്തിലും ആ പ്രദേശത്തിന് വേണ്ടി നൽകാനായിട്ട് സാധ്യമായിട്ടുണ്ട്. കുടുംബക്കാർ അകമഴിഞ്ഞ് സഹായിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഈ കാലയളവിലൊന്നും നേരത്തെ